ശിക്ഷാ കാലാവധി പൂർത്തിയാക്കും മുൻപ് 209 തടവുകാരെ മോചിപ്പിച്ച 2011 VS സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തു. KT ജയകൃഷ്ണൻ വധക്കേസ് പ്രതി ഉൾപ്പെടെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളെയാണ് സർക്കാർ വിട്ടയച്ചിരുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഗവർണർ പുനഃപരിശോധിക്കണമെന്നും 6 മാസത്തിനകം വിശദാംശങ്ങൾ നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. 209 തടവുകാരെയാണ് VS സർക്കാരിന്റെ അവസാനകാലത്ത് ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിട്ടയച്ച 39 തടവുകാരിൽ ഭൂരിഭാഗം പേരും കൊലക്കേസ് പ്രതികളായ CPM പ്രവർത്തകരായിരുന്നു. യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണനെ വധിച്ച കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട CPM പ്രവർത്തകൻ അച്ചാരുപറമ്പത്ത് പ്രദീപനടക്കം 209 പേരെയാണ് വിവിധ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചത്. ചീമേനി തുറന്ന ജയിലിൽ നിന്ന് 24 പേരെയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് 28 പേരെയും നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്ന് 111 പേരെയും വിയൂർ ജയിലിൽ നിന്ന് 7 പേരെയുമാണ് വിട്ടയച്ചിരുന്നത്. ശിക്ഷാ ഇളവ് ചോദ്യം ചെയ്ത് കൊലക്കേസിൽ 20 വർഷത്തിലേറെ ജയിലിൽ കഴിയേണ്ടി വന്ന മെൽവിൻ പാതുവയുടെ ഭാര്യയാണ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത്. പിന്നാലെ മറ്റു കേസുകളിലെ ബന്ധുക്കളും കേസിൽ കക്ഷി ചേർന്നു. ഭരണഘടനയുടെ 161 വകുപ്പ് പ്രകാരം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കും മുൻപ് പ്രതികളെ മോചിപ്പിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നായിരുന്നു AGയുടെ വാദം. മോചിപ്പിക്കപ്പെട്ടവരിൽ 14 വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടവർ എത്ര പേരുണ്ടെന്ന് അറിയിക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ഓരോ പ്രതിയും എത്ര കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു, നിലവിൽ ജയിൽ മോചിതരായവരുടെ സാമൂഹിക സ്ഥിതി, പെരുമാറ്റം എന്നിവ വിശദമായി അന്വേഷിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.